ഹായ് ഫ്രണ്ട്സ്, LDCയുടെ പ്രിലിമിനറിക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പ്രകാശം എന്നത്. പ്രകാശം വലിയൊരു ടോപ്പിക്കാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശത്തിന്റെ വേഗതയാണ് 3×10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശത്തിന്റെ വേഗതയാണ് 3×10⁸ മീറ്റർ/സെക്കൻഡ് അഥവാ 3,00,000 കിലോമീറ്റർ. ഇത് രണ്ടും പഠിച്ചിരിക്കണം. ഓപ്ഷനിൽ ഏതാണ് തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് രണ്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രകാശത്തിന്റെ വേഗതയാണ് 3×10⁸ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ 3,00,000 കിലോമീറ്റർ/സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. അപ്പോൾ സമയങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക. പറഞ്ഞു നോക്കാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശത്തിന്റെ വേഗതയാണ് 3×10⁸ മീറ്റർ/സെക്കൻഡ് അഥവാ 3,00,000 കിലോമീറ്റർ/സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം നമുക്ക് നോക്കാം. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ്. രണ്ട് നമ്മൾ പഠിച്ചു വെക്കണം. 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് 1.3 സെക്കൻഡ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷമാണ്. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 നോട്ട് ചെയ്യുക. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 ആണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്ററാണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് 15 കോടി കിലോമീറ്റർ. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റാണ് പാർസെക്. അപ്പോൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പ്രകാശവർഷം എന്തായിരുന്നു? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അല്ലേ. എന്നാൽ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റാണ് പാർസെക് എന്നത്.
ഒരു പ്രകാശവർഷം നമ്മൾ പഠിച്ചു 9.46 × 10⁻12 കിലോമീറ്റർ ആണെന്ന്. എന്നാൽ ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. അപ്പോൾ ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണെങ്കിൽ ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷങ്ങൾ അടങ്ങിയതാണ്. പറഞ്ഞു നോക്കാം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്റർ ആണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റാണ് പാർസെക്. ഒരു പാർസെക് 3.26 പ്രകാശവർഷമാണ്. അപ്പം 3 യൂണിറ്റുകളാണ് നമ്മൾ. ഒരു പ്രകാശവർഷം പഠിച്ചു. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കാനായി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റാണ് പാർസെക് എന്നത്. ഇതിൻ്റെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ആദ്യം പഠിച്ചു പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് പഠിച്ചു അല്ലേ. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വജ്രം. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വജ്രം എന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നോട്ട് ചെയ്യുക. പ്രകാശ സാന്ദ്രത ചോദിച്ചാൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. നോട്ട് ചെയ്യുക. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗത പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ശൂന്യതയിലാണെങ്കിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിൽ തന്നെയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണമാണ് ഫോട്ടോൺ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺസ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺസ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണ്. പ്രകാശത്തിന്റെ തീവ്രത പ്രകാശ തരംഗത്തിന്റെ ആയതിയെ പ്രകാശ തരംഗത്തിന്റെ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു. അന്തർദേശീയ പ്രകാശ വർഷമായി നാം ആചരിച്ചത് 2015 അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അന്തർദേശീയ പ്രകാശ വർഷമായി നാം ആചരിച്ചത് 2015 കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്, നോട്ട് ചെയ്യുക. പ്രകാശത്തിന് പറഞ്ഞു നോക്കാം. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വജ്രം. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. അത് പഠിച്ചു വെക്കുക. പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറവ് ചോദിച്ചാൽ അതും ശൂന്യതയിൽ തന്നെയാണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺസ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശനാണ്. പ്രകാശത്തിന്റെ തീവ്രത പ്രകാശ തരംഗത്തിന്റെ ആയതിയെ ആശ്രയിച്ചിട്ടുണ്ട്. അന്തർദേശീയ പ്രകാശ വർഷമാണ് 2015.
പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ നാം സുതാര്യ വസ്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ജലം, ഗ്ലാസ് എന്നിവയെല്ലാം സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ് ജലം, ഗ്ലാസ് എന്നിവ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം കല്ല്, തടി എന്നിവയാണ്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ജലം, ഗ്ലാസ് എന്നിവ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം കല്ല്, തടി മുതലായവയാണ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ഓയിൽ പേപ്പറാണ്. സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ എന്നിവയുടെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. നമുക്ക് എക്സാമിന് അത് ഉപകാരപ്പെടും. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സുതാര്യ വസ്തുക്കൾ എന്താണ്? പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ജലം, ഗ്ലാസ് എന്നിവയാണ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുക്കൾ ഏതൊക്കെയാണ്? കല്ല്, തടി മുതലായവയാണ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾക്ക് എക്സാമ്പിൾ ഓയിൽ പേപ്പറാണ്. പറഞ്ഞു നോക്കാം. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ജലം, ഗ്ലാസ് എന്നിവയാണ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം കല്ല്, തടി എന്നിവയാണ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ഓയിൽ പേപ്പറാണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് നാം നേരത്തെ പഠിച്ചിരുന്നു. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കോൾട്ടാണ്. ലിയോൺ ഫൂക്കോൾട്ടാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. എന്നാൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവും ശൂന്യതയിലാണ്. അത് മറക്കരുത്, നോട്ട് ചെയ്യാം. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കോൾട്ടാണ്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫൂക്കോൾട്ട്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് ലിയോൺ ഫൂക്കോൾട്ട് കണ്ടെത്തി. മാത്രമല്ല, വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫൂക്കോൾട്ടാണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ഇതെല്ലാം തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. എക്സാമുകളിൽ മാറി മാറി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന PYQs ആണ്. നോട്ട് ചെയ്യാം. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കോൾട്ടാണ്. വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫൂക്കോൾട്ട്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്.
വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്രകാശം ഒരു വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെയായിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു നോക്കാം. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? റോമറാണ്. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കാൾട്ടാണ്. ലിയോൺ ഫൂക്കാൾട്ട് മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. എന്തായിരുന്നു അത്? വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ലിയോൺ ഫൂക്കാൾട്ടാണ്. നോട്ട് ചെയ്യാം. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഇതെല്ലാം തന്നെ. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രെനൽ. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രെനൽ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എന്തായിരുന്നു? വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. എന്നാൽ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചു. പ്രകാശം വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണെങ്കിൽ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന് തത്വം ആവിഷ്കരിച്ചത്. ലേസർ കണ്ടുപിടിച്ചത് തിയോഡർ മെയ്മാൻ ആണ്. ലേസർ കണ്ടുപിടിച്ചത് 1960 തിയോഡർ മെയ്മാൻ ആണ്. ലേസറിന്റെ ലേസറിന്റെ പൂർണ്ണ രൂപമാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതാണ് ലേസറിൻ്റെ പൂർണ്ണരൂപം. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഡർ മെയ്മാൻ. 1960 തിയോഡർ മെയ്മാൻ ലേസർ കണ്ടുപിടിച്ചത്. ലേസറിൻ്റെ പൂർണ്ണരൂപമാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നത്. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രെനൽ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അത് ഉറപ്പിച്ചു വെക്കുക. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണെങ്കിൽ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. ലേസറിൻ്റെ പൂർണ്ണരൂപം ലേസർ കണ്ടുപിടിച്ചതും നമ്മൾ പഠിച്ചു. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഡർ മെയ്മാൻ. തിയോഡർ മെയ്മാൻ 1960 ലേസർ കണ്ടുപിടിച്ചത്. ലേസറിൻ്റെ പൂർണ്ണരൂപം ഒന്ന് പഠിച്ചു വയ്ക്കുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ പ്രകാശം എന്നത് വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. ഇന്ന് നാം ഇതിൻ്റെ പകുതിയാണ് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് എല്ലാ പോയിന്റ്സുകളും നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.